മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുൻകൈയെടുത്ത് നടത്തിയ ജനസമ്പർക്ക പരിപാടിക്ക് ലഭിച്ച UN പുരസ്കാരം സ്വീകരിക്കാനായി അദ്ദേഹം കഴിഞ്ഞ ആഴ്ച ബഹ്റൈനിൽ സന്ദർശനം നടത്തി. പ്രൗഢഗംഭീരമായ വരവേൽപ്പാണ് അദ്ദേഹത്തിന് ഇവിടെ ലഭിച്ചത്. ഐക്യരാഷ്ട്രസഭയുടെ പുരസ്കാരത്തിന് അർഹമായ ജനസമ്പർക്ക പരിപാടിയുടെ നായകൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ബഹ്റൈൻ ഭരണകൂടവും ഇന്ത്യൻ സമൂഹവും അത്യുജ്വലമായ സ്വീകരണമാണ് നൽകിയത്. ബഹ്റൈനിലെ കേരള സമൂഹം വൻപിച്ച സ്വീകരണ പരിപാടിയാണ് മുഖ്യമന്ത്രിക്ക് ഇവിടെ സംഘടിപ്പിച്ചത്. രാവിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ മോഹൻകുമാറിന്റെ നേതൃത്വത്തിൽ വൻ ജനാവലിയാണ് എത്തിയത്. പത്മശ്രീ MA യൂസഫ് അലി, പത്മശ്രീ ഡോക്ടർ രവിപിള്ള, മാന്നാർ അബ്ദുൽ ലത്തീഫ്, അൽ ഹസൻ, വർഗീസ് കുര്യൻ, ജെയിംസ് കൂടൽ, രാജു കല്ലുംപുറം, മറ്റ് OSSC നേതാക്കളും പ്രവർത്തകരും രാവിലെ മുതൽ തന്നെ എത്തിയിരുന്നു. പ്രത്യേക സുരക്ഷാ സംവിധാനമാണ് മുഖ്യമന്ത്രിക്ക് ബഹ്റൈൻ ഭരണകൂടം ഏർപ്പെടുത്തിയിരുന്നത്. പ്രവാസികാര്യമന്ത്രി KC ജോസഫ് മുഖ്യമന്ത്രിയെ അനുഗമിച്ചിരുന്നു. അദ്ദേഹത്തിന് ബഹ്റൈൻ ഭരണകൂടം നൽകിയ ആദരവ് മലയാളി സമൂഹത്തിനുള്ള ആദരവായിട്ടാണ് കണക്കാക്കുന്നത്. 2 മാസം കൊണ്ട് തീർക്കേണ്ട പരിപാടികൾ കേവലം 38 മണിക്കൂർ മാത്രം കൊണ്ട് പൂർത്തിയാക്കി മടങ്ങിയപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെയും ഇവിടുത്തെ ഭരണകൂടത്തിന്റെയും അംഗീകാരങ്ങൾ ഏറ്റുവാങ്ങിയ സംതൃപ്തിയിലാണ് ഇവിടുത്തെ കേരള സമൂഹം. സാധാരണക്കാരനെന്നോ ഉന്നതനെന്നോ വ്യത്യാസമില്ലാതെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന സമീപനം അദ്ദേഹത്തെ ശരിക്കും വ്യത്യസ്തനായ ഒരു നേതാവ് ആക്കി തീർക്കുന്നു. അദ്ദേഹത്തിന്റെ ബഹ്റൈൻ സന്ദർശനത്തിൽ ഒരു നോക്ക് കാണുവാനും ഒന്ന് സംസാരിക്കുവാനും കാത്തുനിൽക്കുന്ന ജനക്കൂട്ടത്തെ കണ്ട് സ്വദേശികളും വിദേശികളും ഏറെ അത്ഭുതപ്പെട്ടു. ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും ലഭിക്കുന്ന സ്വീകരണവും അംഗീകാരവുമാണ് കേരളത്തിന്റെ ജനനായകൻ ഉമ്മൻചാണ്ടിക്ക് ബഹ്റൈൻ ഭരണകൂടം ഏർപ്പെടുത്തിയത്. മികച്ച ഒരു നയതന്ത്ര നീക്കമാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം വഴി കിട്ടിയ ഒരു വലിയ നേട്ടമായി കണക്കാക്കപ്പെടുന്നത്. ബഹ്റൈൻ ഭരണാധികാരി ഷെയ്ഖ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയെയും പ്രധാനമന്ത്രി പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫയെയും കിരീടാവകാശിയും പ്രഥമ ഉപപ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയെയും ഒറ്റ ദിവസം കൊണ്ട് സന്ദർശനം നടത്താനും സംഭാഷണങ്ങൾ നടത്താനായതും കേരള സമൂഹത്തിന് ലഭിച്ച അംഗീകാരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കൂടാതെ ബഹ്റൈനിലെ മറ്റ് ഭരണ നേതൃത്വങ്ങളുമായി വേദി പങ്കിടാനായത് അംഗീകാരത്തിന്റെ തെളിവാണ്. ബഹ്റൈനിലെ ജയിലിൽ കിടക്കുന്നവരുടെ കാര്യത്തിൽ അവരുടെ ബന്ധുക്കൾ കയറിയിറങ്ങാത്ത വാതിലുകളില്ല. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ പറ്റാത്ത സ്ഥിതിയിലുമായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുടെ സന്ദർശനം വഴി അത് കിരീടാവകാശിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനും നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള ഉറപ്പ് നേടാനായതും ഒരു ഭരണാധികാരി എന്ന നിലയിൽ ചരിത്ര നേട്ടമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ബഹ്റൈനിലെ വിവിധ ഭരണകർത്താക്കളുമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ചയിലേക്ക്. ബഹ്റൈൻ ഭരണ നേതൃത്വവുമായി നടന്ന കൂടിക്കാഴ്ചകളും തീരുമാനങ്ങളും അദ്ദേഹത്തിന് ലഭിച്ച സ്വീകരണവും മലയാളി പ്രവാസി സമൂഹത്തിന് ലഭിച്ച അംഗീകാരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. മലയാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഭാവിയിൽ ബഹ്റൈൻ ഭരണകൂടവുമായി ചർച്ച ചെയ്യാനുള്ള നേരിട്ടുള്ള വഴിയാണ് കേരള സർക്കാരിന് ഇതിലൂടെ ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. 27 രാവിലെ 10:30 റിഫ പാലസിൽ ബഹ്റൈൻ കിരീടാവകാശിയും പ്രഥമ ഉപപ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ കഴിഞ്ഞ കാലത്ത് സന്ദർശനം നടത്തിയ കിരീടാവകാശി മുഖ്യമന്ത്രിക്ക് അത്യുഷ്മളമായ സ്വീകരണമാണ് റിഫ കൊട്ടാരത്തിൽ നൽകിയത്. പ്രവാസികാര്യ വകുപ്പ് മന്ത്രി KC ജോസഫ്, പത്മശ്രീ MA യൂസഫ് അലി, പത്മശ്രീ ഡോക്ടർ രവിപിള്ള, വർഗീസ് കുര്യൻ എന്നിവർ അദ്ദേഹത്തോടൊപ്പം കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. അന്നേ ദിവസം ബഹ്റൈൻ ഭരണാധികാരി ഷെയ്ഖ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയും പ്രധാനമന്ത്രി പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫയും പങ്കെടുത്ത പ്രത്യേക പരിപാടിയിൽ മുഖ്യമന്ത്രിയും പങ്കെടുത്തു. ഐക്യരാഷ്ട്രസഭയുടെ പ്രതിനിധികൾ, പ്രവാസികാര്യ വകുപ്പ് മന്ത്രി KC ജോസഫ്, അംബാസഡർ ഡോക്ടർ മോഹൻകുമാർ, MA യൂസഫ് അലി എന്നിവർ ഒപ്പം പങ്കെടുത്തു.